ഹായ് ഓൾ, വെൽക്കം ടു ഇഗ്നൈറ്റ് അക്കാഡമി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th CBSEയുടെ മാത്തമാറ്റിക്സിൻ്റെ മാർക്കിംഗ് സ്കീമാണ്. 2026 ബോർഡ് എക്സാമിന് അപ്പിയർ ചെയ്യാൻ പോകുന്ന സ്റ്റുഡൻസിന് ഡീറ്റെയിൽഡ് ആയിട്ട് മാത്തമാറ്റിക്സിൻ്റെ മാർക്കിംഗ് സ്കീം എങ്ങനെയാണ് ഓരോ ചാപ്റ്റേഴ്സിനും വരുന്നത് എന്നതാണ് നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 10th CBSEയുടെ സയൻസിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മാർക്കിംഗ് സ്കീം കഴിഞ്ഞ 5 വർഷത്തെ എങ്ങനെയാണ് അവർ മാർക്ക് അലോട്ട് ചെയ്തത് എന്നീ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോ അവിടെ നിന്ന് കാണാൻ പറ്റുന്നതാണ്. 7 യൂണിറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കത് 7 യൂണിറ്റ്സ് 7 യൂണിറ്റ്സ് ആയിട്ട് നമുക്കത് ക്ലാസിഫൈ ചെയ്യാം. യൂണിറ്റ് 1 ആണ് നമ്പർ സിസ്റ്റം. ഓക്കെ, യൂണിറ്റ് 1 നമ്പർ സിസ്റ്റം ആണ്. നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഒരു ചാപ്റ്റർ വരുന്നുള്ളൂ. ഫസ്റ്റ് യൂണിറ്റിൽ റിയൽ നമ്പേഴ്സ് ആണ്. അതിന് CBSEയുടെ വെയിറ്റേജ് 6 മാർക്സ് ആണ്. ഓക്കെ, ചാപ്റ്ററിൻ്റെ വെയിറ്റേജ് 6 മാർക്സ് ആണ്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ മൊത്തം വെയിറ്റേജും 6 മാർക്സ് തന്നെയാണ്. ഓക്കെ, ദെൻ നമുക്ക് സെക്കൻഡ് യൂണിറ്റ് വരുന്നത് യൂണിറ്റ് 2 ആൾജിബ്രയാണ്. ആൾജിബ്ര. ഓക്കെ, ആൾജിബ്രയിൽ നമുക്ക് വരുന്ന ചാപ്റ്റേഴ്സ് വന്നിട്ട് പോളിനോമിയൽസ് ഉണ്ട്, ദെൻ പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിൾസ് ഉണ്ട്, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഉണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ട്. ലിസൺ, 4 ചാപ്റ്റേഴ്സ് നമുക്ക് ഇതിൽ വരുന്നുണ്ട് ആൾജിബ്രയിൽ. ഓക്കെ, അതിന് ഓരോ ചാപ്റ്ററിനും കൊടുക്കുന്ന വെയിറ്റേജ് ആണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. പോളിനോമിയൽസിന് 4 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്, പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസിന് 6 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്, ക്വാഡ്രാറ്റിക് ഇക്വേഷന് 6 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്, അരിത്തമെറ്റിക് പ്രോഗ്രഷന് 4 മാർക്സിൻ്റെ വെയിറ്റേജ് ഉണ്ട്. സോ യു ക്യാൻ സി 20 മാർക്സ് ആർ അലോട്ടഡ് ഫോർ ദിസ് ആൾജിബ്ര. അപ്പോൾ ആൾജിബ്രയ്ക്ക് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു സെക്ഷനാണ് ആൾജിബ്ര. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ഈ സെക്ഷൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. വളരെയധികം ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ ഈ സെക്ഷൻ പഠിക്കേണ്ടതാണ്. ഓക്കെ, ആൾജിബ്ര നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. സോ നെക്സ്റ്റ് യൂണിറ്റ് ഈസ് കോർഡിനേറ്റ് ജോമെട്രി. നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരേ ഒരു ചാപ്റ്റർ മാത്രമേ ഈ യൂണിറ്റിൽ വരുന്നുള്ളൂ, കോർഡിനേറ്റ് ജോമെട്രി. മാർക്സ് അലോട്ടഡ് ഈസ് 6 മാർക്സ്. നമുക്ക് ഇതിൽ വരുന്നത് 6 മാർക്സിൻ്റെ വെയിറ്റേജ് ആണ്. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. 2 സെക്ഷൻ മാത്രമേ വരുന്നുള്ളൂ. ഒരു ഡിസ്റ്റൻസ് ഫോർമുലയും ഒരു സെക്ഷൻ ഫോർമുലയാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ വരുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് യൂണിറ്റ് ഈസ് ജോമെട്രി. ജോമെട്രി യൂണിറ്റ് നമുക്ക് ഇതിൽ 2 ചാപ്റ്റേഴ്സ് വരുന്നുണ്ട്, ട്രയാങ്കിൾസും സർക്കിൾസും. ഓക്കെ, ട്രയാങ്കിൾസിന് വരുന്ന വെയിറ്റേജ് 8 മാർക്സും സർക്കിൾസിന് വരുന്ന വെയിറ്റേജ് 7 മാർക്സും ആണ്. സോ ദർ ഇസ് എ ടോട്ടൽ ഓഫ് 15 മാർക്സ് വെയിറ്റേജ് ഫോർ ദിസ് യൂണിറ്റ്. ഈ യൂണിറ്റിന് 15 മാർക്കിൻ്റെ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ഒരു യൂണിറ്റ് കൂടിയാണ് ജോമെട്രിക്കൽ യൂണിറ്റ്. ഓക്കെ, so next unit is trigonometry. Trigonometry, introduction to trigonometry and trigonometric identities. These two comes in a single chapter. Introduction to trigonometry and trigonometric identities. So the weightage is 8 marks. നമുക്ക് ഈ ചാപ്റ്ററിന് വരുന്ന വെയിറ്റേജ് 8 മാർക്സ് ആണ്. പിന്നെ നിങ്ങൾക്ക് ഹൈറ്റ് ആൻഡ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു കൺഫ്യൂഷൻ വേണ്ട. ഇത് നമ്മൾ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗണോമെട്രി, അതിലാണ് നമുക്ക് ഹൈറ്റ്സും അതുപോലെ നമ്മൾ ഡിസ്റ്റൻസ് ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന് വരുന്ന വെയിറ്റേജ് 4 ആണ്. സോ 8+4 നമുക്ക് വരുന്ന ടോട്ടൽ വെയിറ്റേജ് 12 മാർക്സ് ആണ്. വെയിറ്റേജ് കൂടിയൊരു സെക്ഷനാണ് ട്രിഗണോമെട്രി. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് സെക്ഷനാണ് മെൻഷറേഷൻസ്. മെൻഷറേഷൻ മീൻസ് മെഷറിങ്. നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന സെക്ഷനാണ്. ഓക്കെ, സോ ലാസ്റ്റ് യൂണിറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബിലിറ്റി. You can see there are 2 chapters in this section, statistics and probability. The weightage of statistics is 7 marks and probability is 4 marks. Total of 11 marks. കുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം, ഏറ്റവും അധികം കുട്ടികൾ ടൈം കൺസ്യൂം ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമുക്ക് സെൻട്രൽ ടെൻഡൻസീസ്, മീൻ, മോഡ്, മീഡിയൻ, ഇത് 3ആണ് അതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് മിക്ക കുട്ടികളും 30 മിനിറ്റ്സ്, മോർ ദാൻ 30 മിനിറ്റ്സ് ഒക്കെ ഇതിൽ സ്പെൻഡ് ചെയ്യുന്ന കാണാറുണ്ട്. സോ ഒരു 20 മിനിറ്റ്സേ നിങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, പ്രോബിലിറ്റിയിൽ നമുക്ക് മിക്കവാറും കേസ് സ്റ്റഡി ആയിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് കാണാറുള്ളത്. വളരെ എളുപ്പമാണ്. സോ ഇതിന് വരുന്ന വെയിറ്റേജ് 11 ആണ് ഈ സെക്ഷനിൽ. അങ്ങനെ ടോട്ടൽ നമ്മൾ 80 മാർക്സ് ആണ് നമ്മൾ ടോട്ടൽ വരുന്നത്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി മാർക്സ് വെയിറ്റേജ് ഓഫ് ലാസ്റ്റ് 5 ഇയേഴ്സ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ CBSEയുടെ മാർക്കിംഗ് സ്കീമാണ് 2020 to 2025. നമുക്ക് പെട്ടെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ റിയൽ നമ്പേഴ്സ് ആണ്. ഓക്കെ, റിയൽ നമ്പേഴ്സിൽ നമുക്ക് വരുന്ന വെയിറ്റേജ്
2020 DL എന്ന് പറഞ്ഞാൽ ഡൽഹി, ODL ഔട്ട്സൈഡ് ഡൽഹി. 2020 6 മാർക്സ് ആയിരുന്നു വെയിറ്റേജ്, 22 ഇല്ല, 23 6 ആയിരുന്നു, 24 6 ആയിരുന്നു, 25 6 ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് നമ്മൾ കാണാൻ പറ്റും, നമ്മൾ കഴിഞ്ഞ മാർക്ക് സെക്ഷനിൽ പറഞ്ഞതാണ്, നമുക്ക് വരുന്ന വെയിറ്റേജ് 6 മാർക്സ് ആയിരിക്കും 2026. ഓക്കെ. ദെൻ പോളിനോമിയൽസിൽ 2023 3 marks, 2024 5, 2025 2. Then pair of linear equations in two variables, 2020 8, 2023 4, 2024 6, 2025 6 marks weightage. Okay. Then quadratic equations, 2020 7, 2022 5, 2023 5, 2024 4, 2025 7. ഓക്കെ ആണല്ലോ. ദെൻ AP നമുക്ക് 2020 5, 2022 5, 2023 6, 2024 5, 2025 5. നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് കഴിഞ്ഞ സെക്ഷനിൽ നോക്കിയാൽ കാണാൻ പറ്റും, നമ്മൾ കൊടുത്ത വെയിറ്റേജും ഏകദേശം സെയിം ആണ്. ഓക്കെ. ട്രയാങ്കിൾസിന് 2020 7, 2023 7, അഗൈൻ 2024 8, 2025 8. നിങ്ങൾക്ക് കാണാൻ പറ്റും 7 to 8 ആണ് കൺസിസ്റ്റന്റ് ആയിട്ട് അതിന്റെ വെയിറ്റേജ്. അപ്പം നമ്മൾ കഴിഞ്ഞ സെക്ഷനിൽ പറഞ്ഞതാണ്. ഓക്കെ. കോർഡിനേറ്റ് ജോമെട്രി 6, ദെൻ 8 6 6. സോ 6 മാർക്സ് ആയിരിക്കും മിക്കവാറും 2026 വെയിറ്റേജ് വരുന്നത്. ദെൻ ഇൻ ട്രിഗ്നോമെട്രി 7 6 7 7. കോൺസിക്യൂട്ടീവായിട്ട് നമുക്ക് 6 or 7, അതപ്പോൾ 7 ആയിരിക്കും മിക്കവാറും നമ്മുടെ വെയിറ്റേജ് വരുന്നത് ഈ വർഷവും. ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ട്രിഗ്നോമെട്രി 5, ദെൻ 7 6 5 5. സോ ഈ വർഷവും നമുക്ക് 5 മാർക്സ് 4 or 5 നമുക്ക് അതിൽ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ദെൻ സർക്കിൾസ് 4 6 8 7 7. അപ്പോൾ 6 or 7 അല്ലെ 7 to 8 നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. കൺസ്ട്രക്ഷൻ ഡിലീറ്റഡ് ആണ്, നമ്മൾ ആ സെക്ഷനിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ദെൻ ഏരിയ റിലേറ്റഡ് ടു സർക്കിൾസ് 2020 5 മാർക്സ് വെയിറ്റേജ്, 2023 4 മാർക്സ് വെയിറ്റേജ്, 2024 ഇല്ല, 2025 4 മാർക്സ് വെയിറ്റേജ്. സോ യു ക്യാൻ എക്സ്പെക്ട് എ റേഞ്ച് ഓഫ് 4 to 5 in this chapter. Then surface area and volume 2020 9 marks weightage, 2022 6 marks, 2023 6 marks weightage, 2024 10 marks, 2025 6 marks weightage. So you can expect a range of 6 to 5 to 6 in this chapter. Then statistics 2020 7 marks, 2022 8, 2023 5, 2024 5, 2025 5. മിക്കവാറും ഈ വർഷവും നമുക്ക് 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ പ്രോബിലിറ്റി 2020 4, 2023 6, 2024 6, 2025 6. So you can expect 6 to 7 marks in this section. So ഇതാണ് കഴിഞ്ഞ 5 വർഷത്തെ CBSEയുടെ മാർക്കിംഗ് സ്കീം. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിലേക്ക് പരമാവധി ഈ വീഡിയോ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. ഇതുപോലത്തെ പുതിയ കണ്ടൻസ് CBSE ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ കണ്ടൻസിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. താങ്ക് യു.